ഹായ് ഗായ്സ്, ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഹോക്രാസിനെ പറ്റിയാണ്. അതേപോലെ ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റം നമുക്ക് എങ്ങനെ അഡോപ്റ്റബിൾ ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലി ക്രമം വേണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അതിരാവിലെ എഴുന്നേക്കണം. അതിരാവിലെ എന്ന് പറയുമ്പോൾ 4 to 6 ആ കാറ്റഗറിയിൽ നമ്മൾ എഴുന്നേക്കാൻ ശീലിച്ച് തുടങ്ങണം. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് മാൻഡേറ്ററി ആണ് ഈ കാര്യത്തിൽ. അതിരാവിലെയുള്ള എഴുന്നേൽപ്പ്, അതേപോലെ തന്നെയുള്ള എക്സസൈസ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത്ര മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ മണിക്കൂറിനിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. പിന്നെ അതും കൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ റവന്യൂ സ്ട്രീം കൂട്ടാനായിട്ട് പലതരത്തിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ആ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്ന ജോലികളിൽ ഇൻഷുറൻസ്, അതേപോലെ കമ്മീഷൻ ബേസിൽ ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ചിലർക്ക് ഷെയർ ട്രേഡിംഗ് ആയിരിക്കും ഇഷ്ടം. ഷെയർ മേടിച്ച് വയ്ക്കുക, ആ സമയമാകുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ബ്രോക്കറേജിൽ ഏൽപ്പിച്ച് വയ്ക്കുക. അതൊക്കെ ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വഴി ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കൃതി എഴുതാം, അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ ആർട്ട് എഴുതാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ഒരു ലക്ഷ്യം. അതിൻ്റെ പ്രയത്ന ഭാഗമായിട്ട് ഞാൻ കുറേയധികം ബുക്കുകൾ റെഫറൻസ് ചെയ്യുന്നുണ്ട്, കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തതാണ് ജീവിതശൈലി. അതിരാവിലെ എല്ലാവരും 6 മണിക്ക് എഴുന്നേൽക്കുക. 6 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം പ്രഭാതത്തിലെ നിസ്കാരത്തിന് ശേഷം നടത്തം. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ നടന്നാണ് വരുന്നത്. അപ്പോൾ രാവിലത്തെ എക്സസൈസ് അതായി. എന്നെ പ്രൊഡക്റ്റീവ് ആക്കുന്നത് ഈ കാര്യങ്ങളെല്ലാമാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ യൂട്യൂബ് വ്ളോഗുകൾ, ഞാൻ ഈ ചെയ്യുന്ന വ്ളോഗുകളെല്ലാം അത് ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗുകളിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുസ്തകത്തിൽ എഴുതിയും വരും. അപ്പോൾ അത് ഒരു എഴുത്തുകാരിനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലീവറേജ് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമ്മളെന്താണോ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവസരങ്ങൾ വന്നെത്തും എന്നുള്ളതാണ്. Opportunity is a very difficult task, but when persistent and consistently tried, it is not a difficult task. It's a most beautiful task to obtain in a certain way. നമുക്ക് വളരെ സന്തോഷകരമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അടുക്കും, നമ്മൾ ഡിസിപ്ലിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന് ഡിസിപ്ലിൻ ആണോ എന്ന് നോക്കിയിട്ടാണ്. യെസ്റ്റർഡേ ഇസ് ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി, ബട്ട് ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ബട്ട് ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ആസ് എ പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ദിവസം നമ്മൾ എന്ത് ചിന്തകളാണ്, എന്ത് കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അത് നമ്മുടെ നാളെ ഇമ്പാക്റ്റ് ചെയ്യും. നാളെയും നമ്മൾ എന്ത് ചിന്താഗതികളെ ഉൾക്കൊണ്ടാണോ ജീവിക്കുന്നത്, അത് മറ്റന്നാളെ ഇമ്പാക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സൈക്കിൾ ആയതിൻ്റെ പേരിൽ ഞാൻ ഇന്നിവിടെ തുടക്കമിട്ടിരിക്കുന്നു. ഒരു 10 ദിവസം മുന്നേ തുടക്കമിട്ടു, ഒരു 30 ദിവസം മുന്നേ ഞാനിപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ റിസൾട്ട് കാര്യങ്ങൾ വരാൻ പോവുകയാണ്, വരുന്നുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇൻഷുറൻസ് സെയിൽസ് എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതേപോലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് അറ്റൻഡൻസ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പറയുന്ന സമയത്തേക്കാൾ 1 മണിക്കൂർ കൂടുതൽ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെൻ്റെ ഇൻട്രസ്റ്റ് കൂടാൻ കാരണം എനിക്ക് ഇതേപോലെ പ്രൊഡക്റ്റീവ് ആവണമെന്നുള്ള എൻ്റെ ഇൻറ്റൻഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും അതേപോലെ എത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോക്രാസ് എന്നുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് ഒരു പാസീവ് ഇൻകമാണ്, അതേപോലെ തന്നെ ഷെയർസൊക്കെ പാസീവ് ഇൻകമാണ്. ഞാൻ യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു ബുക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വരാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ വരുന്ന ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ബൂസ്റ്റ് ആകുന്ന ഒരു കൃതിയായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോയലിറ്റി കാര്യങ്ങൾ അതൊക്കെ വരുന്നതാണ്. അതിന് വേറെ റവന്യൂ കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് സദസ്സുകൾ കിട്ടും, അവസരങ്ങൾ കിട്ടും സംസാരിക്കാൻ, ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് മേജർ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, മോട്ടിവേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് അതിനെ അഭിസംബോധന ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം മോട്ടിവേഷൻ ലിമിറ്റഡ് ആണ്. നമുക്ക് വേണ്ടത് അലൈൻമെൻ്റ് ആണ്. ജീവിതത്തിൽ അലൈൻഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ട് വെട്ടിത്തയ്യാതെ കിട്ടും. അലൈൻമെൻറ്റ് തെറ്റിയൊരു വണ്ടിയുടെ ടയർ വെട്ടിത്തയ്യുന്നത് പോലെയാണ് നമ്മൾ മോട്ടിവേഷൻ കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. കേൾക്കുമ്പോൾ രസമായിരിക്കും, പക്ഷേ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. എന്നാലോ വെൽ അലൈൻഡ് ആയിട്ട്, വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട്, വെൽ ഡ്രീംഡ് ആയിട്ട് നമ്മൾ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിട്ടയായ ജീവിതക്രമങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ട് പട്ടാളക്കാരുടെ ജീവിതം സക്സസ്ഫുൾ ലൈഫായി പോകുന്നു, സക്സസ് ആകുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഫോഴ്സ് സക്സസ് ആകുന്നു വെച്ചാൽ അവിടെ ഡിസിപ്ലിൻ ഉണ്ട്.
ജീവിതശൈലിയുണ്ട്. ആ ജീവിതശൈലി തന്നെ നമ്മളും കൂടെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ നമുക്ക് എപ്പോഴേ നന്നായേനെ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അറിയാമായിരുന്നു, മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എൻ്റെ ഈ യാത്രയിൽ എല്ലാവരെയും ഞാൻ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു, പങ്കുചേർക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വ്ളോഗുകൾ കാണാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എല്ലാവരെയും അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം പോക്രാസ്.